ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്യാരറ്റ് വെച്ച് നല്ലൊരു ലഡുവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് നല്ലതുപോലെ ഇങ്ങനെ തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു മീഡിയം സൈസ് 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഒരു 100 ഗ്രാം അളവിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ അത് നല്ലതുപോലെ ഇതുപോലെ ഇങ്ങനെ ഉണ്ടോ ചെറിയതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെക്കണം. അപ്പോഴാണ് പെട്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു 100 ഗ്രാം ഇത് ഡ്രൈ കോക്കനട്ടാണ്. അപ്പം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അത് നമ്മൾ ഒരുപാട് ദിവസം ഇരിക്കുകയല്ല, അതുകൊണ്ടാണ് നമ്മൾ ഡ്രൈ കോക്കനട്ട് എടുത്തിരിക്കുന്നത്. ഇതൊരു 100 ഗ്രാം ഉണ്ട്. പിന്നെ 100 ഗ്രാം പഞ്ചസാര വേണം. പിന്നെ നമ്മൾ കുറച്ചൊരു നട്ട്സൊക്കെ നമ്മുടെ ആവശ്യം അനുസരിച്ച് ചേർക്കാം. ഞാൻ ഇത്തിരി കപ്പലണ്ടി കിസ്മസൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പിഞ്ച് ഏലക്ക പൊടി ഇടണം. അപ്പം നമ്മൾ 100 ഗ്രാം നെയ്യും അതിനെടുക്കുന്നുണ്ട്. ഇത് എരുമ നെയ്യാണ്, പശു നെയ്യിൽ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. അപ്പം നമ്മുടെ കയ്യിൽ എരുമ നെയ്യാണ്, അതുകൊണ്ടാണ് നമ്മളത് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് ഈ നെയ്യൊന്ന് ചൂടായിട്ട് എടുക്കണം. ചൂടായി കഴിഞ്ഞിട്ട് അതിനകത്ത് നമുക്ക് ക്യാരറ്റ് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നെയ്യ് നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് നല്ലതുപോലെ നെയ്യ് ചൂടായി കഴിയുമ്പോൾ വേണം ക്യാരറ്റ് ഇട്ട് കൊടുക്കാൻ. ഇത് നെയ്യിൽ നല്ലതുപോലെ ഒന്ന് വരണ്ട് വന്നിട്ട് വേണം നമുക്ക് പഞ്ചസാര ചേർക്കാൻ. അപ്പോൾ ഒരു 4-5 മിനിറ്റ് നല്ലതുപോലെ നെയ്ക്കകത്ത് തന്നെ നമുക്കിതൊന്ന് വരട്ടിയെടുക്കാം. പിന്നെ നമുക്ക് പഞ്ചസാര ചേർക്കാം. ഇപ്പം നെയ്ക്കകത്ത് നല്ലതുപോലെ ക്യാരറ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഈ പാകം മതിയാകും. പെട്ടെന്ന് നമ്മൾ ഗ്രേറ്റ് ചെയ്തതല്ലേ, ഒരു 4-5 മിനിറ്റ് കൊണ്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ആവശ്യമനുസരിച്ച് മധുരം കുറവ് വേണ്ടി ഒരു ഇത്തിരി കുറച്ച് ചേർത്താൽ കുഴപ്പമില്ല. ഇത് നല്ലതുപോലെ ഒന്ന് പഞ്ചസാര മെൽറ്റ് ആവണം. മെൽറ്റായി കഴിയുമ്പോൾ നമ്മൾ ഈ ഡ്രൈ കോക്കനട്ട് ഇതിൻ്റെ കൂടെ ചേർക്കണം. പിന്നെ നല്ലതുപോലെ ഒന്ന് ഉരുട്ടി എടുത്താൽ മതി. നമുക്ക് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നവരെ വെക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കൊരു 2 ഏലക്കയുടെ പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരുപാട് വേണ്ട. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. നമുക്ക് കാഷ്യൂനട്ടൊക്കെ ആണെന്ന് ചെറുതായിട്ടൊന്ന് അരിയുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ഈ ഡ്രൈ കോക്കനട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാം. നമ്മുടെ ക്യാരറ്റിൻ്റെ മിക്സൊക്കെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഒരുപാട് തണുത്ത് പോകല്ല, അന്നേരം നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഇത്തിരി കോക്കനട്ടിനകത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അപ്പോൾ കുറച്ചൊന്ന് പിടിച്ചിരിക്കുന്ന പോലെ ഈ പാകത്തിൽ നമുക്കിതുപോലെ ബാക്കിയെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം. നമ്മുടെ ക്യാരറ്റിൻ്റെ ലഡു എല്ലാം നല്ലതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. നമ്മളൊരു സെർവിങ് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റുവാണ്. ഒരു ചെറു ചൂടോടുകൂടി തന്നെ നമ്മൾ ഉരുട്ടിയെടുക്കണം. ഇപ്പോൾ കോക്കനട്ട് ഡ്രൈ കോക്കനട്ടൊക്കെ അല്ലേ എടുത്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ഉരുണ്ട് നല്ലതുപോലെ കിട്ടാതിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറു ചൂടോടുകൂടി തന്നെ ഉരുട്ടിയെടുക്കണം. ഒരു സെർവിങ് പ്ലേറ്റിലോട്ടെല്ലാം എടുത്ത് വെക്കാം. നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ലഡു നല്ല റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു റെസിപ്പിയായിട്ട് നമ്മൾ പിന്നെയും വരും.